വണ്ടി വിളിക്കണ്ട. അറിയോ? വാ നമുക്ക് പുഴയിൽ പോയി മീൻ പിടിക്കാം. ഞാനില്ല, നീ എവിടേക്ക് അച്ഛാ പൊക്കോ. മീനച്ച എന്താ ഇങ്ങനെ? ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? തർക്കിക്കണ്ട, എനിക്ക് കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കണം. അതിന് സമ്മതിക്കോ നീ? ഇനി ഞാൻ ഒരിക്കലും മീനച്ചെടുത്ത് വരില്ല, ഉറപ്പായിട്ട്. നീ ഇവിടെ എന്ത് ചെയ്യാ? നേരെ സന്ധ്യ ആയത് അറിഞ്ഞില്ലേ? ഞാൻ എവിടെല്ലാം നോക്കിയെന്നറിയോ? നിനക്കെന്തെങ്കിലും പറ്റിയെന്ന് പോലും ഞാൻ പേടിച്ചു. എനിക്ക് എന്ത് പറ്റാനാ അമ്മേ? ഞാൻ മീരയല്ലേ, കൃഷ്ണനെ മോഹിച്ച് ജീവിതം ഒഴിഞ്ഞു വെച്ച മീര. സ്വപ്നത്തിൽ വന്ന് കഴുത്തിരിക്കാനും കൊല്ലാനും അല്ലാതെ എന്റെ നേർക്ക് നേരെ വരാൻ ആർക്കാ ധൈര്യം? ആർക്കാ ധൈര്യം? മോളെ, നീ എന്താ പിച്ചും പെയ്യും പറയുന്നേ? നിനക്ക് എന്താ പറ്റിയേ? അമ്മ പേടിക്കണ്ട, എനിക്ക് ഭ്രാന്തൊന്നും പിടിച്ചിട്ടില്ല. തെളിഞ്ഞ ബുദ്ധിയോടെ എല്ലാം അനുഭവിച്ചറിയാനാ എന്റെ വിധി. അമ്മേ, എന്താ അത്? ഏയ് ഒന്നുമില്ല. അമ്മ എന്തിനാ കരയണേ? ഏയ് ഒന്നുമില്ല മോളെ. സന്തോഷിക്കാൻ മാത്രം ഇവിടെ എന്താ ഉള്ളത് അല്ലേ അമ്മേ? ഒരു പാഴ്ജന്മ ഞാനെന്ന് അമ്മയ്ക്കും തോന്നി തുടങ്ങിയോ? മോളെ, നീ എന്തായി പറയുന്നത്? അമ്മയുടെ വിഷമം അത് മനസ്സിലാവണമെങ്കിൽ നീ ഒരു അമ്മയാവണം. പോട്ടെ, ഓരോന്നോർത്ത മനസ്സ് കാട് കയറും. മോള് വിഷമിക്കണ്ട, അമ്മയുണ്ട് മോക്ക്. ഇത് കൊള്ള വൃത്തികേടാണെന്ന്. ഇതിന്റെ വേറെ ശേഷമുണ്ടോ? ഇപ്പൊ കൊണ്ടുവരാം. ഇത് മതി. ഇത് മതിയോ? ആ മതി. വേറെ നോക്കാം. മതിയാവും. ആ നടത്തു. രണ്ടെണ്ണം. ഇതാ ഇതോടെ നോക്കാം. ഇത് മതിയോ? അല്ല, ഇതെടുക്കാം. ആ ശരി, നിനക്ക് ഇഷ്ടമുള്ളത് എടുക്ക. ഇതുകൂടി. അവിടെ എന്താ എത്ര തിരക്ക്? അത് ലേഡീസ് സ്പെഷ്യൽ വന്നതിന്റെ. ഇതാ നല്ലത്. വേണ്ട, ഇതാ നല്ലത്. അത് വേണ്ട അമ്മേ. നീ പറയുന്നത് ഇതാ മോളെ മോക്ക് കുറച്ചുകൂടെ നല്ലത്. ഇതേ ലേഡീസ് സ്പെഷ്യൽ അല്ല, ബോഡി സ്പെഷ്യലാ. ഇത് രണ്ടും കൂടെ എടുത്താ. കാണിച്ചു തരാം. മീരയ്ക്ക് നല്ല പുരോഗതിയുണ്ട്. ഇപ്പോ മുമ്പത്തെക്കാൾ ഉത്സാഹവതിയാണല്ലോ. എന്റെ മോക്ക് ചിലപ്പോ അങ്ങനെയൊക്കെ വരും. ഞാൻ പറഞ്ഞില്ലേ, എത്രയോ പെൺകുട്ടികൾ ഇതേ പ്രശ്നവുമായി എന്നെ കാണാൻ വന്നിട്ടുണ്ട്. ജീവിക്കുന്ന ചുറ്റുപാട്, മാനസികാവസ്ഥ, ഇതെല്ലാം നമ്മുടെ വളർച്ചയെ ബാധിക്കുന്ന ഘടകങ്ങളാണ്.
6 മാസത്തിനുള്ളിൽ ഇവൾ ഋതുമതിയാകും. ഞാൻ ഉറപ്പു നൽകുന്നു. ഡോക്ടർ, ഈയിടെയായിട്ട് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് സ്വപ്നം കണ്ടു പേടിക്കുന്നു. സ്വപ്നങ്ങൾ കാണുന്നത് നല്ല ലക്ഷണമാണ്. മനസ്സിന്റെ അടങ്ങാത്ത ആഗ്രഹങ്ങളുടെ സഫലീകരണമാണ് സ്വപ്നം. സ്വപ്നങ്ങൾ വേണം, എന്നാലേ ജീവിക്കാൻ നമുക്കൊരു തോന്നലുണ്ടാവൂ. ആറു മാസം കഴിഞ്ഞാൽ മേരിക്ക് കല്യാണം കഴിക്കാം. ഒരു പ്രശ്നവും ഇല്ല. കുട്ടി വിഷമിക്കണ്ട, ഒക്കെ മേരിയാകും. നീ എന്താ ഇവിടെ? എനിക്ക് വേണ്ടപ്പെട്ട രണ്ടാൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അവരെ തിരക്കി വന്നതാ. അവരകത്തുണ്ട്, നീ അവിടെ ഇരിക്കും. ആ, വരുന്നുണ്ട്. എവിടെ? എന്താ? അപ്പൊ അതാ കാര്യം. ആണോ അല്ല പെണ്ണും അല്ല, ഒക്കെ വെച്ചേട്ടി നടക്ക. ഏതോ ദുർബൂത ഈ നാട് മുടിക്കാൻ വന്നിരിക്കണമെന്ന് വെളിച്ചപ്പാട് പറഞ്ഞതേ എത്ര ശരിയാ. ഒരമ്മയും മോളും വന്നിരിക്കുന്നു. എന്തിനാടി നാട് മുടിക്കാൻ ഇങ്ങനെ നടക്കുന്നത്? എവിടെയെങ്കിലും പോയി ചത്തൂടെ? ഇനി മുതലക്കണ്ണീര് കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല. നാട്ടുകാരറിഞ്ഞു കഥകളൊക്കെ. ആ. ഈ സാധനം നോക്കിയതിനല്ലേ നിങ്ങൾ എന്നെ നാറ്റിച്ചേ? അപമാനത്തിന്റെ വേദന നിങ്ങൾ അറിയണം. ഇതേ ഭഗവാൻ തന്ന ശിക്ഷയാണെന്ന് കരുതിക്കോ. നാട്ടിന് തച്ചു ഓടിക്കാ വേണ്ടത്. വെറുതെ എന്നെ ഇങ്ങനെ നടത്തിക്കണായിരുന്നോ? ഒരു വാക്ക് പറയാമായിരുന്നല്ലോ, അത് ശിഖണ്ഡിയാണെന്ന്. എന്നിട്ട് എല്ലാം മറച്ചു വെച്ച് ഈ നാട് കുട്ടിച്ചോറാക്കുക. വേഗം സ്ഥലം വിട്ടോ, എങ്കിൽ ജീവനോട് കത്തിച്ചു കളയും നാട്ടുകാർ. ദേവിക്ക് ശക്തി ഉണ്ടെന്ന് മനസ്സിലായില്ലേ? ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങണം. ഇനി ഒരൊറ്റ നിമിഷം നിങ്ങൾ ഈ നാട്ടിൽ വേണ്ട. വെട്ടി നുറുക്കാൻ വേണ്ടിയിരിക്കുന്നു. എന്റെ മോളെ ജീവനോടെ കൊന്നവരെ ഇവര്. ഒട്ടുപോകരുത്. ഇത് രണ്ടും മനുഷ്യജീവികളാ, പേപ്പട്ടികളല്ല. പേപ്പട്ടിയേക്കാൾ വിഷമുള്ളതാ. കുമാരാ, നീ മിണ്ടരുത്. നീ ഒരുത്തനെ ഇവരിവിടെ കുടിയിരുത്തിയത്. അതെ, ഞാൻ തന്നെയാ. നിങ്ങളെല്ലാവരും കരുതുന്ന പോലെ ഈ പാവങ്ങളാണ് ഈ നാടിന്റെ ശാപമെങ്കില് അവരെ പൊയ്ക്കോളൂ. പിന്നെന്തിനാ ഈ രാവൊന്ന് വെളുത്തോട്ടെ? പറ്റില്ല, ഇവരിവിടെ ഒരു നിമിഷം പോലും നിർത്താൻ പറ്റില്ല. പറ്റണം, അല്ലെങ്കിൽ ആദ്യം നിങ്ങൾക്ക് ഈ കുമാരനെ കൊല്ലേണ്ടി വരും. തൊട്ടവർ വിവരറിയും. വേണ്ട, കുരുതി വേണ്ട. ഈ രാവ് വെളുക്കുന്നവരെ അവരോട് നിൽക്കട്ടെ. വരും, പോവാ. പേടിക്കണ്ട, നിങ്ങൾ ആരും ഒന്നും ചെയ്യില്ല. മോളെ, നിങ്ങളെ വേണ്ടാത്ത നാട് നിങ്ങൾക്കും വേണ്ട. കാരണം അതൊന്നും സാരമില്ലെന്നേ. ഇപ്പൊ ഇവിടെയും കൂട്ടി സമാധാനമായിട്ട് പോയി കിടന്നു.